ക്ഷമയെന്ന് പറയുന്നത് നിന്റെ ഇന്നലെ മാറ്റുന്നില്ല. ക്ഷമയെന്ന് പറയുന്നത് നിന്റെ നാളെയെ മാറ്റുകയാണ്. ക്ഷമ നിന്റെ പാസ്റ്റിനെ മാറ്റുന്നില്ല. ക്ഷമ നിന്റെ ഫ്യൂച്ചറിനെയാണ് മാറ്റുന്നത്. നല്ല നാളെയാ, പക്ഷെ നല്ല നാളെ വരണമെങ്കിൽ ഇന്ന് നന്നാകണം. കർത്താവായ യേശു ക്രിസ്തു ബഥാനിയൽ ആ ലാസറിന്റെ കല്ലറയ്ക്കരികിൽ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു. എന്താ പറഞ്ഞു? അയ്യോ പോയേ എന്നല്ല കർത്താവ് പറഞ്ഞേ, അയ്യോ വായേ എന്നാണ് കർത്താവ് പറഞ്ഞേ. ലാസറേ പുറത്തു വരിക, വരാനാണ് കർത്താവ് പറഞ്ഞേ. ലാസർ എങ്ങനെ വന്നിരിക്കും? നേരെ നടക്കാൻ വയ്യാതെ ഒരു തവളച്ചാട്ടം പോലെ ലാസർ പുറത്തേക്ക് വന്നപ്പോ എന്റെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. പലര് ചർച്ചിൽ വരുന്നത് അല്ലെങ്കിൽ ആത്മീയതയിൽ ജീവിക്കുന്നത് പാവത്തിൽ നിന്ന് പുറത്തു വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആ ഗുഹ പോലെയുള്ള കല്ലറയിൽ നിന്ന് ലാസർ പുറത്തു വന്നു. പക്ഷെ പലത് ജീവിക്കുന്നത് ഒരാത്മീയ തവളച്ചാട്ടം പോലെയാ. അപ്പോഴാണ് ഫൊർഗീവ്നെസ്സിന്റെ ദൂത് കേട്ടത്, അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. നിന്റെ പഴയ പാസ്റ്റർ കെട്ടിയ, നിന്റെ പഴയ കൊച്ചപ്പൻ കെട്ടിയ, പഴയ ടീച്ചർ കെട്ടിയ, പഴയ സ്കൂള് കെട്ടിയ, പഴയ ജീവിതത്തിൻ്റെ തിന്മകൾ കെട്ടിയ ആ കെട്ടുകളെ മുഴുവൻ അഴിച്ച് യേശുവിൻ്റെ നാമത്തിൽ നല്ല നാളേക്ക് വേണ്ടി സ്വതന്ത്രമായി മുന്നോട്ട് പോകട്ടെ.